അടുത്ത് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ വട്ടം ഡെലിവറിയൊക്കെയാണ് പറഞ്ഞത്. ഡെലിവറി ഓഫ് BP-യുടെ ഇൻഷുർഡിൻ്റെ രജിസ്റ്റേർഡിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി വന്നതിൻ്റെയൊക്കെ ഡെലിവറിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയാനുള്ളത് പേയ്മെൻറ്റ് ഓഫ് മണി ഓർഡേഴ്സ് EMOസിൻ്റെ ഡെലിവറിയെ സംബന്ധിച്ച കാര്യമാണ് പറയുന്നത്. സിമ്പിളാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. The payment of a money order will ordinarily be made at the address of the payee on his signing the money order and acknowledgement and returning them to the postman. The coupon should be retained by the payee. അതായത് മണി ഓർഡർ കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. മണി ഓർഡർ നമ്മൾ പേയ്ക്ക് കൊടുക്കും, അക്നോളജ്മെൻറ്റിൽ സൈൻ ചെയ്യിപ്പിക്കും. പിന്നെ ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് നമ്മൾ ഓർത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മണി ഓർഡർ ഈ പേയുടെ കയ്യിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? കൂപ്പണാണ് കൊടുക്കുന്നത്. അറിയാലോ, മണി ഓർഡർ മണ്ടയിൽ നമ്മൾ കീറിയിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ അത് നമുക്കറിയാം നമ്മൾ കൊടുക്കുമെന്ന്. പക്ഷേ അതിൻ്റെ പേര് എക്സാം ബേസിൽ കൂപ്പൺ എന്നാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ദ കൂപ്പൺ ഷുഡ് ബി റീറ്റൈൻഡ് ബൈ ദ പേയ്ഡ് നമ്മൾ കൂപ്പണാണ് കൊടുക്കുന്നത്. ബാക്കി അക്നോളജ്മെൻറ്റും മണി ഓർഡറും സൈൻ ചെയ്ത് നമ്മൾ മേടിക്കുകയാണ് ചെയ്യുന്നത്. റിട്ടേൺ ദം ടു ദ പോസ്റ്റ്മാൻ. അടുത്തൊരു പോയിൻ്റായിട്ട് പറയുന്നത്, ഇഫ് ദ മണി ഓർഡർ ഈസ് പേയബിൾ ടു എ പേഴ്സൺ ഹു ഈസ് നോട്ട് പെർമനൻ്റ്ലി റിസൈഡിംഗ് വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ഓഫീസ് ഓഫ് പേയ്മെൻറ്റ് ഓർ പേഴ്സണലി നോട്ട് നോൺ ടു ദ പോസ്റ്റ് മാസ്റ്റർ or any of his subordinates, the money order will be paid only on satisfactory proof of the identity of the claimant with the person named in the money order. അതായത് മണി ഓർഡർ പേ ആക്കണം എവിടെ? ഡെലിവറി ചെയ്യേണ്ട പോസ്റ്റ് ഓഫീസിൽ. പക്ഷെ ആ ഒരു മണി ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ആ ആള് ആ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ജൂറിസ്ഡിക്ഷൻ അല്ല താമസിക്കുന്നത്. അതൊരു കണ്ടീഷൻ. അല്ലെങ്കിൽ അയാളെ ഈ പോസ്റ്റ് മാസ്റ്റർക്കോ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനോ അറിയത്തില്ല. അങ്ങനെയുള്ള കേസിൽ മണി ഓർഡർ പേയ്മെൻ്റ് എന്ന് പറയുന്നത് തക്കതായിട്ടുള്ള ഐഡൻറ്റിറ്റി പ്രൂഫ് നമ്മൾ മേടിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അത് നമ്മൾ കണക്കാക്കിയിട്ട് വേണം മണി ഓർഡർ പേയ്മെൻറ്റ് ചെയ്യാനെന്ന് പറയുന്നു. അപ്പോൾ അത്രയേ ഉള്ളതിനകത്ത് പറയാനുള്ളത്. അതിനകത്ത് ആ കൂപ്പണിൻ്റെ പേര് ഓർത്ത് വെക്കുക. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ലിമിറ്റ്സ് ഓഫ് MOs അല്ലെങ്കിൽ EMOs, അതായത് നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകുമ്പോഴും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴും പോസ്റ്റ്മാനും GDSനും എത്ര കൊണ്ടുപോകാം MO, അതിനൊരു കണക്കുണ്ട്. അതായത് സിംഗിൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ പോസ്റ്റ്മാന്, അത് റൂറലും അർബനും ഉണ്ട്. ഈ റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും ഒറ്റയ്ക്കും ബൾക്കായിട്ടും പോസ്റ്റ്മാനും GDSനും എത്ര മണി ഓർഡർ എമൗണ്ട് വരെ കൊണ്ടുപോകാം. അപ്പോൾ അതിനകത്ത് പറയുന്നത് ആദ്യം നമുക്ക് ഒരുമിച്ച് അങ്ങ് പറയാം. സിംഗിളായിട്ട് പോസ്റ്റ്മാന് റൂറൽ ഏരിയയിൽ 5000 വരെ കൊണ്ടുപോകാം, അർബൻ ഏരിയയിൽ 5000 വരെ കൊണ്ടുപോകാം. സിംഗിളായിട്ട് GDSന് റൂറൽ ഏരിയ 2000 വരെ കൊണ്ടുപോകാം, അർബൻ ഏരിയയിലും 2000 വരെ കൊണ്ടുപോകാം. അപ്പോൾ അതിനകത്ത് നമ്മൾ സിംഗിളിൻ്റെ കേസിൽ റൂറൽ അർബനും തിരിക്കേണ്ട, രണ്ടും ഒരേ വാല്യൂസ് തന്നെ ആയതുകൊണ്ട് സിംഗിളായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും റൂറൽ ഏരിയയിൽ പോസ്റ്റ്മാൻ 5000 വരെയും GDSന് 2000 വരെയും കൊണ്ടുപോകാം എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത് ആൾ ടുഗദർ ബൾക്കാകുമ്പോഴത്തേക്ക് വ്യത്യാസം വരുന്നുണ്ട്. അത് പോസ്റ്റ്മാൻ്റെ കേസിലാണ് വ്യത്യാസം വരുന്നത്. പോസ്റ്റ്മാന് മൊത്തത്തിൽ ബൾക്കായിട്ട് റൂറൽ ഏരിയയിൽ 30,000 വരെ കൊണ്ടുപോകാം, അർബൻ ഏരിയയിൽ 40,000 വരെ കൊണ്ടുപോകാം. GDSന് രണ്ടിനും 15,000 രൂപ വരെ കൊണ്ടുപോകാം, റൂറലിനും അർബനും. ഓക്കെ, അപ്പോൾ അത് കണക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ EMIയുടെ കേസിൽ നമുക്ക് ഓർത്തിരിക്കേണ്ടത്. അടുത്ത ഡ്യൂട്ടീസ് ഓഫ് പോസ്റ്റ്മാൻ ആൻഡ് അതർ ഡെലിവറി ഏജൻസി. ഇതൊക്കെ വെറും സിമ്പിളാണ്, എന്നാലും ഓട്ടിച്ചെന്ന് പറഞ്ഞേക്കാം. അതായത് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞേക്കുന്നത്, പോസ്റ്റ്മാൻ ആൻഡ് അതർ ഡെലിവറി ഏജൻസീസ് ആർ ഫോർബിഡൻ ടു ഡെലിവർ എനി ആർട്ടിക്കിൾ ഓൺ വിച്ച് എനി സം ഓഫ് മണി ഈസ് ഡ്യൂ ടു ദ പോസ്റ്റ് ഓഫീസ് വെദർ അക്കൗണ്ട്. അതായത് ഇപ്പം ആർട്ടിക്കിളിനകത്ത് എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടെങ്കിലോ ഇതൊക്കെ മേടിച്ചിട്ട് വേണം ആ ഒരു ആർട്ടിക്കിൾ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ രജിസ്റ്റേർഡ് ഇൻഷുർ ലെറ്റർ, പാഴ്സൽ, ഇതൊക്കെ സിഗ്നേച്ചറും പിന്നെ അക്നോളജ്മെൻറ്റിലൊക്കെ സൈൻ ചെയ്യാതെ കൊടുക്കരുതെന്ന് പറയുന്നു. അതായത് രജിസ്റ്റേർഡ് ഇൻഷുർ ലെറ്റർ, പാഴ്സലൊക്കെ ഒപ്പ്, അഡ്രസ്സിയുടെ ഒപ്പ് ഒക്കെ മേടിച്ചിട്ട് വേണം കൊടുക്കാൻ, അത് ലിസ്റ്റിലും അക്നോളജ്മെൻറ്റിലും. പിന്നെ പോസ്റ്റ്മാർ സ്വന്തം പ്രിസ്ക്രൈബ്ഡ് ബീറ്റ്സിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഒരു പോസ്റ്റ്മാൻ അദ്ദേഹത്തിൻ്റെ ബീറ്റിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യരുത്. പിന്നെ റിക്കേർഡ് കാളകൻ്റെ പേയ്മെൻറ്റ് സംസ്റ്റിറ്റ്യൂട്ട് ദേ ആർ നോട്ട്, നമ്മൾ ചേഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പബ്ലിക്കിന്. നമ്മൾ ചേഞ്ചായിട്ട് കൊടുക്കേണ്ട, ദേ ആർ നോട്ട് ബൗണ്ട് ടു ഗിവ് ചേഞ്ച്. അവർ നമുക്ക് കറക്റ്റായിട്ടുള്ള ചേഞ്ച് തരണമെന്നാണ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഈ ഒരു ചവറ് കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടങ്ങ് ചോദിച്ചോളാം. താഴെ പറയുന്നതിൽ
ഡെലിവറി ഏജൻസ് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതേ സെൻറ്റൻസ് ആയിരിക്കത്തില്ല. അവർ മറിച്ചും തിരിച്ചോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും. പോസ്റ്റ് മാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറരുത്, പോസ്റ്റ് മാൻ ചായ കുടിച്ചുകൊണ്ട് ചായക്കട നിൽക്കരുത്, ഇങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ തട്ട് താഴെ തരും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചിട്ട് സിമ്പിളാണ് തോന്നുമെങ്കിലും എക്സാം ഹാളിലും തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അടുത്തത് റിഫ്യൂസൽ ഓഫ് ആർട്ടിക്കിൾസ്. റിഫ്യൂസൽ ഓഫ് ആർട്ടിക്കിൾസിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിമ്പിളായിട്ടങ്ങ് പറയാം. അതായത് നമ്മൾ ഒരു കത്തിൽ ഡ്യൂ അടിച്ച് വന്നു. അപ്പോൾ ഡ്യൂ അടിച്ച് വന്നപ്പം അത് കൊടുക്കുന്ന ആൾക്ക് ആ ഡ്യൂ എമൗണ്ട് തരണമെന്നില്ലല്ലോ. കാരണം അയാളല്ലത് ഒട്ടിച്ചിങ്ങോട്ട് വിട്ടേക്കുന്നത്. അപ്പം അയാൾക്ക് അത് ഡെലിവറി അയാൾക്കത് ആ ഒരു ആർട്ടിക്കിൾ വേണ്ടാത്ത അത്രയും കാലം അയാൾക്ക് ആ ഡ്യൂ അടയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കേസിൽ അയാളെ തിരിച്ചു തരുക, ഞാൻ ഡ്യൂ അടയ്ക്കാൻ എനിക്ക് സൗകര്യമില്ല, കത്ത് കൊണ്ടുപോയിക്കോ എന്നാൾ പറയുകയാണെങ്കിൽ ആ കത്ത് പിന്നെ എന്ത് ചെയ്യും? ഇൻ ദ കേസ് ദ വേർഡ് റിഫ്യൂസ്ഡ് വിൽ ബി റിട്ടേൺ ബൈ ദ പോസ്റ്റ്മാൻ അക്രോസ് ദ കവർ. അപ്പം റിഫ്യൂസ്ഡ് എന്ന് ആ കവറിന് അക്രോസ് പോസ്റ്റ്മാൻ എഴുതണമെന്നാണ് പറയുന്നത്. അടുത്തത് ഒബ്ലിഗേഷൻ ടു പേ ചാർജസ്. അതായത് when a person takes delivery of an article on which any sum is due to the post office, he must pay amount marked on it. അതായത് ഒരു ഡ്യൂ ആർട്ടിക്കിൾ മേടിക്കുകയാണെങ്കിൽ, അഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഡ്യൂ എമൗണ്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ മേടിക്കാം. അങ്ങനെ മേടിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഓവർ ചാർജിനെ കുറിച്ച് അയാൾ നോക്കാറത് 10-30 രൂപ എഴുതി വെച്ചേക്കും ഡ്യൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾക്ക് ഇത്ര വിശ്വാസം വരുന്നില്ല, എന്താ ഇത്ര എമൗണ്ട് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓവർ ചാർജ് എനി കംപ്ലയിൻറ്റ് ഓഫ് ഓവർ ചാർജ് ഷുഡ് ബി മെയ്ഡ് ടു ദ പോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ ഓഫീസ് ഓഫ് ഡെലിവറി. അപ്പോൾ ആ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് ആർക്കാണ്? ആ പോസ്റ്റ് മാനാണോ കൊടുക്കേണ്ടത്? അല്ല, അവിടുത്തെ ഡെലിവറി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർക്കാണ് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. ടു ഹൂം ദ ആർട്ടിക്കിൾ ഷുഡ് ബി ടേക്കൺ ബിഫോർ ബീങ് ഓപ്പൺഡ്. അതായത് അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആർട്ടിക്കിൾ ഓപ്പൺ ചെയ്യാതാണ് അവിടെ കൊണ്ടു കൊടുക്കേണ്ടത്. അല്ലാതെ വലിച്ചു കീറി പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ എന്താ കൂടിയിരിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ആ ഡെലിവറി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർക്ക് ആ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കണം. ഇതെല്ലാം ചവറ് പോർഷനാണെന്നാലും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അടുത്തത് പോസ്റ്റ് ബോക്സസ് ആൻഡ് പോസ്റ്റ് ബാഗ്സ്. പോസ്റ്റ് ബോക്സസ് ആൻഡ് പോസ്റ്റ് ബാഗ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം ഡേറ്റാസ് വരുന്നുണ്ട്. കുറച്ചധികം ഡേറ്റാസ് സിമ്പിൾ കാര്യം തന്നെ, എന്നാലും കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ചവർ പോർഷൻ അല്ല, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് അവൈലബിൾ ഓൺ റെൻറ്റ് ഇൻ അറ്റ് സെർട്ടൻ പോസ്റ്റ് ഓഫീസസ് ആതറൈസ്ഡ് ബൈ ദ ഹെഡ് ഓഫ് ദ സർക്കിൾ. ആദ്യത്തെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് പോസ്റ്റ് ബോക്സ് സൗകര്യം എവിടെയൊക്കെയാണ് ലഭിക്കുന്നത്? അതായത് ഹെഡ് ഓഫ് ദ സർക്കിൾ ആതറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസുകളിലാണ് പോസ്റ്റ് ബോക്സ് സൗകര്യം ലഭിക്കുന്നത്. അതിൽ എല്ലാ പോസ്റ്റ് ഓഫീസിലും പോസ്റ്റ് ബോക്സ് സൗകര്യം ലഭിക്കത്തില്ല എന്നർത്ഥം. പിന്നെ പോസ്റ്റ് ബോക്സ് വഴി എന്തൊക്കെയാണ് കൊടുക്കുന്നത്, ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് പോസ്റ്റ് ബോക്സ് വഴി കൊടുക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്, അതൊരു ചോദ്യമായിട്ട് ചോദിച്ചാൽ ഉത്തരം ഫുള്ളി പ്രീപെയ്ഡ് അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ഓഫ് ദ ലെറ്റർ മെയിൽ എന്നാണ് ഉത്തരം. ഫുള്ളി പ്രീപെയ്ഡ് ആയിട്ടുള്ള അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ്, അതായത് അതിനകത്ത് ലെറ്റർ വരും, ഇൻ ലെറ്റർ കാർഡ് വരും, പോസ്റ്റ് കാർഡ് വരും, എയറോഗ്രാംസ് വരും, രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സ് വരും, ബുക്സ് വരും. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെയാണ് അതിലൂടെ കൊടുക്കുന്നതെന്നുള്ളത്. പിന്നെ അടുത്ത് പറയുന്നത് കണ്ടീഷൻസ്. അതായത് ഒരു പോസ്റ്റ് ബോക്സ് ആൾ ഓൺ ചെയ്ത്, അപ്പോൾ ആ ഒരു പോസ്റ്റ് ബോക്സ് റെൻറ്റ് ചെയ്ത ആൾക്കല്ലേ അതിനകത്തുനിന്ന് ആർട്ടിക്കിളുകൾ കൈപ്പറ്റാൻ പറ്റൂ. എന്നാൽ അല്ലാതെ ഉള്ള കണ്ടീഷനുണ്ട്. പോസ്റ്റ് ബോക്സ് ഓൺ ചെയ്ത ആൾക്കല്ലാതെ മറ്റൊരാൾക്ക് ആൾക്കാർക്ക് ആ പോസ്റ്റ് ബോക്സിൻ്റെ പേര് വരുന്ന ആർട്ടിക്കിൾ കൈപ്പറ്റാൻ പറ്റും. ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന്, ആർട്ടിക്കിൾസ് അഡ്രസ് ടു ലെജിറ്റിമേറ്റ് പേഴ്സൺ ഓഫ് എ ഫെയിം റെൻറ്റിങ് എ പോസ്റ്റ് ബോക്സ്. ഒരു പോസ്റ്റ് ബോക്സ് റെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലെജിറ്റിമേറ്റ് പേഴ്സണൽ, നിയമപരമായിട്ടുള്ള ആൾക്കാർ. രണ്ടാമത്തെ, ആർട്ടിക്കിൾസ് അഡ്രസ് ടു ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഗസ്റ്റ്സ് ഓഫ് ദ റെൻഡറിൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഗസ്റ്റിനും. പിന്നെ ആർട്ടിക്കിൾസ് അഡ്രസ് ടുവാർഡ്സ് ട്രെയിനീസ് ഓർ ഇൻമേറ്റ്സ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾഡ് ബൈ റെക്കഗ്നൈസ്ഡ് ആൻഡ് നോൺ അതോറിറ്റി. ഒരു റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള ട്രെയിനീസിനോ അല്ലെങ്കിൽ ഇൻമേറ്റ്സിനോ. നാലാമത്തെ, ആർട്ടിക്കിൾസ് അഡ്രസ് ടു കാഷ്വൽ വിസിറ്റേഴ്സ് ആൻഡ് കൊമേഴ്സ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് സ്റ്റേയിങ് വിത്ത് ദ റെൻഡർ. അതായത് റെൻഡറിൻ്റെ കൂടെ താമസിക്കുന്ന കാഷ്വൽ ആയിട്ടുള്ള വിസിറ്റേഴ്സിനോ കൊമേഴ്സ്യൽ റെപ്രസെൻറ്റേറ്റീവ്സിനോ. അപ്പോൾ ഇതൊരു 4 കണ്ടീഷൻസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം ആരൊക്കെയാണ് ലെജിറ്റിമേറ്റ് പേഴ്സൺ ഓഫ് എ ഫേം, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഗസ്റ്റ് ഓഫ് ദ റെൻഡറർ, പിന്നെ ട്രെയിനീസ് ഓർ ഇൻമേറ്റ്സ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആതറൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. പിന്നെ അടുത്തത് കാഷ്വൽ വിസിറ്റേഴ്സ് ആൻഡ് കൊമേഴ്സ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് അത് സ്റ്റേയിങ് വിത്ത് ദ റെൻഡർ. പിന്നെ അത് കഴിഞ്ഞു. അടുത്ത റെൻഡർ
അടുത്ത പറയുന്നത് റെൻഡർ ഇഫ് സോ ഈ ഡിസൈൻ ക്യാൻ ഡെലിവറി ഓഫ് ദ, അതായത് ഒരാൾ ഒരു പോക്സ് ബോക്സ് ഓൺ ചെയ്തു, അതൊരു സ്ഥാപനത്തിലെ ഒരു മുതലാളിയാണെന്ന് വെച്ചു. അയാൾക്ക് ഒരു സഹോദര സ്ഥാപനമുണ്ട്. അപ്പോൾ ആ സഹോദര സ്ഥാപനത്തിൻ്റെ പേരിൽ വരുന്ന ആർട്ടിക്കിളും അദ്ദേഹത്തിന് ഈ പോക്സ് സെയിം ഇയാൾ ഇപ്പോൾ ആൾറെഡി ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോക്സ് ബോക്സിലൂടെ നേടാം അതാണ് പറയുന്നത്. ഈ ഡിസൈഡ് ഹി ക്യാൻ ഗെറ്റ് ഡെലിവറി ഓഫ് ദ പോസ്റ്റൽ ആർട്ടിക്കിൾസ് അഡ്രസ് ടു അതർ അലൈഡ് കൺസേൺസ്, എന്താണ് അലൈഡ് കൺസേൺസ്, സഹോദര സ്ഥാപനം പോലുള്ള, ഓഫ് വിച്ച് ഹീസ് ദ കോർപ്പറേറ്റർ ഓർ ഏജൻറ്റ് ത്രൂ ദ സെയിം പോസ്റ്റ് ബോക്സ് ഓൺ പേയ്മെൻറ്റ് ഓഫ് എ സെപ്പറേറ്റ് ഫീ. പക്ഷെ അങ്ങനെ മേടിക്കണമെങ്കിൽ സെപ്പറേറ്റ് ഫീ അടയ്ക്കണം ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് സച്ച് കൺസേൺ. അത് ഓരോ ഇപ്പോൾ 2-3 സഹോദര സ്ഥാപനങ്ങളുണ്ടെന്ന് വെച്ചു, ആ 2-3 സഹോദര സ്ഥാപനങ്ങൾ ഇയാൾക്ക് ഈ സെയിം പോക്സ് ബോക്സിൽ നിന്ന് മേടിക്കാം. പക്ഷേ സെപ്പറേറ്റ് ഫീ എന്ന് പറയുന്നത് ഈ ഓരോ സഹോദര സ്ഥാപനങ്ങൾക്കും ഇങ്ങനെ അടയ്ക്കണമെന്നാണ് പറയുന്നത്. അടുത്തത് രജിസ്റ്റേർഡ് ഇൻഷ്യൂർഡ് VP ആർട്ടിക്കിൾസ് ആൻഡ് മണി ഓർഡേഴ്സ് കെയർ ഓഫ് ദ പോസ്റ്റ് ബോക്സ് വിൽ ബി ഡെലിവേർഡ് ഓർ പെയ്ഡ് ത്രൂ ദ പോസ്റ്റ്മാൻ സോ ലോങ് ദ പേഴ്സൺ റെൻസ് ദ പോസ്റ്റ് ബോക്സ്. അതായത് ഇങ്ങനെ ചോദിക്കും, അതായത് പോക്സ് ബോക്സ് ഉണ്ടെന്നും പറഞ്ഞ് അങ്ങേർക്ക് വരുന്ന രജിസ്റ്റേർഡും ഇൻഷ്യൂർഡും മണി ഓർഡറെല്ലാം പോക്സ് ബോക്സ് വഴിയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അല്ല, നമുക്കറിയാം, പോക്സ് ബോക്സ് കണ്ടിട്ടുള്ള നമുക്കറിയാം അത്. അപ്പം അങ്ങനെ അതൊക്കെ ഈ പോസ്റ്റ് അതൊക്കെ ആര് വഴിയാണ് ഡെലിവറി ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കാം. അപ്പം ത്രൂ ദ പോസ്റ്റ്മാൻ എന്നാണ് ഉത്തരം. അടുത്തത് ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദർ ഈസ് നോ പോക്സ് ബോക്സ് ഇൻ ദ നെയിം ഓഫ് ദ അഡ്രസ്സി ഓർ പേയി ഓർ ദ അഡ്രസ്സി ഹാസ് സീസ് ടു ബി റെൻഡർ ഓഫ് ദ പോസ്റ്റ് ബോക്സ് ദ ആർട്ടിക്കിൾ വിൽ ബി റിട്ടേൺ ടു സെൻറ്റർ ഓഫ് റെമിറ്റർ. അതായത് ഒരു ലെറ്റർ വന്നു, ഇന്ന ലെറ്റർ പേര് പോക്സ് ബോക്സ് നമ്പർ എത്ര, അങ്ങനെ ഒരു പോക്സ് ബോക്സ് നമ്പർ ഇല്ല, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ പൈസ അടയ്ക്കുന്നത് അതുകൊണ്ട് പൂട്ടിപ്പോയി, അങ്ങനെ ലെറ്റർ വന്നു, അങ്ങനെയുള്ള ലെറ്റർ ഉടമയും ഇല്ല ബോക്സും ഇല്ല, അങ്ങനെയുള്ള കത്തുകൾ എന്താ ചെയ്യും? അത് അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു സെൻറ്റർ എന്നാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണത്. ഒരു ചോദ്യം നമുക്ക് എക്സാമിന് ചോദിക്കാം, എന്ത് ചെയ്യും? ഇപ്പോൾ റിട്ടേൺ ടു സെൻറ്റർ കാണും, റിട്ടേൺ ടു RLO കാണും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ നമ്മൾ റിട്ടേൺ ടു സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യണം. പിന്നെ അടുത്ത പറയുന്നത് എനി പേഴ്സണൽ including a firm or other body who desires to avail himself of the facility of having his mail through a post box render should submit. അതായത് ഏതൊരാൾക്കും ഒരു പോക്സ് ബോക്സ് സൗകര്യം വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ആപ്ലിക്കേഷൻ എഴുതിയിട്ട് പോസ്റ്റ് മാസ്റ്റർ സബ്മിറ്റ് ചെയ്യണം. applicant should specifically state in the application the exact nature of the business. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൻ്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദി ബിസിനസ് എന്നത് സ്പെസിഫൈ ചെയ്തിരിക്കണം. പിന്നെ ആ ഒരു സ്ഥാപനം ഡുലി സർട്ടിഫൈഡ് ബൈ 2 റെസ്പെക്റ്റബിൾ ജഡ്ജ്മെൻറ്റ് നോട്ട് കൺസേൺഡ് വിത്ത് ഇൻ എനി വേ. അതായത് ഈ പോക്സ് ബോക്സ് ഒക്കെ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലെടുക്കുമ്പോഴത്തേക്കും കടച്ചാണ് ഈ കള്ള സ്ഥാപനങ്ങളുടെ പേരിൽ, ഫ്രോഡ് സ്ഥാപനങ്ങളുടെ പേരിൽ പോക്സ് ബോക്സ് എടുക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ലല്ലോ. നമ്മളൊരു അന്വേഷണമൊക്കെ നടത്തും, അങ്ങനൊരു സ്ഥാപനം അവിടെ ഉള്ളതാണോ എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് ഒരു ടീം നമ്മൾ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇങ്ങനെ ഫേമുള്ളൊരു പേഴ്സൺ പോക്സ് ബോക്സ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹം പറയണം, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ നേച്ചറിനെ കുറിച്ച് പറയണം. മാത്രമല്ല അങ്ങനൊരു സ്ഥാപനത്തെ ഒരു 2 റെസ്പെക്റ്റബിൾ ജെന്റിൽമാൻ എന്നാണ് അതിന് പറയുന്നത്, അവർ സർട്ടിഫൈ ചെയ്യണം. ഈ ജെന്റിൽമാൻ വേറൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അറിയാം അച്ഛനെ അളിയനെ വിളിച്ചുകൊണ്ട് വന്ന് സർട്ടിഫൈ ചെയ്താൽ പോരെ. അതുകൊണ്ട് ഒരു കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് നോട്ട് കണക്റ്റഡ് വിത്ത് ഹിം. അതായത് ആ 2 റെസ്പെക്റ്റബിൾ ജെന്റിൽമെൻ എന്ന് പറയുന്നത് അത് അയാളുമായിട്ട് കണക്ഷനുള്ള ആളാവരുത്. ഇതിൻ്റെ എല്ലാ മീനിങ് എന്ന് പറയുന്നത് ഒരു പോക്സ് ബോക്സ് ഓൺ ചെയ്യുന്ന ആളുടെ ബിസിനസ് അല്ലെങ്കിൽ ഫേം എന്ന് പറയുന്നത് ഫ്രോഡ് ഒന്നും ആയിരിക്കരുത്, ജെന്യൂൻ ആയിരിക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഈ പറയുന്നതല്ല. അടുത്തൊരു പോയിന്റ് നോക്കുക, ദ പോസ്റ്റ് ഓഫീസ് റിസർവ്സ് ദ റൈറ്റ് ടു വിത്ഡ്രോ ദ പോസ്റ്റ് ബോക്സ് വിത്തൗട്ട് നോട്ടീസ് ഓർ വിത്തൗട്ട് എനി റീസൺ ബീങ് അസൈൻഡ് ഇഫ് എനി ഇൻഫർമേഷൻ ഫർണിഷ്ഡ് ബൈ ദ ആപ്ലിക്കന്റ് ഈസ് ഫൗണ്ട് ടു ബി ഇൻകറക്റ്റ് ഓർ ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ പോസ്റ്റ് ബോക്സ് ഈസ് ബീങ് മിസ്യൂസ്ഡ് ബൈ ദ റെൻഡർ. rent will not be repaid or adjusted at any cost. അതായത് പോസ്റ്റ് ബോക്സ് ഒക്കെ ഓൺ ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞ് നമ്മൾ അറിയുകയാണ് ഇയാൾ തന്നിരുന്ന വിവരമെല്ലാം തെറ്റാണ്, അയാളെ കമ്പനി മൊത്തം ഉഡായിപ്പാണ്, മാത്രമല്ല അയാൾ അതൊരു കണ്ടീഷൻ. പിന്നെ ഈ പോക്സ് ബോക്സ് ആളെ മിസ്സെൻഡ് ചെയ്യുകയാണ് അയാൾ എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പോ കൂടാതെ ആ പോക്സ് ബോക്സ് പിൻവലിക്കാനുള്ള അധികാരം പോസ്റ്റ് ഓഫീസിനുണ്ടെന്ന് പറയുന്നു. അടുത്ത ഇൻ ദ ഈവൻറ്റ് ഓഫ്
a renter of a post box changing his business or address or shifting his office to another place, he should invariably inform the postmaster of the change within 7 days of such change. In the event of his failure to do so or of his furnishing wrong information in this regard, the post box is liable to be withdrawn without notice or without any reason being assigned. അതായത് ഇതിനകത്ത് പറയുന്നത് അഡ്രസ് ചേഞ്ച്. ഒരു പോക്സ് ബോക്സ് ഒരു അഡ്രസ്സിലേക്കായിരിക്കുമല്ലോ ഒരു പോക്സ് ബോക്സ് എടുക്കുന്നത്. ആ പോസ്റ്റ് ബോക്സ് എടുത്തിട്ട് അങ്ങനെ അങ്ങ് സ്ഥലം മാറിപ്പോയി. അപ്പോൾ അങ്ങനെ സ്ഥലം മാറി പോകുമ്പോഴത്തേക്കും അത് പോസ്റ്റ് ഓഫീസിനെ അറിയിക്കണം വിത്തിൻ 7 days. ആ ഒരു 7 days വേണേൽ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു 7 daysനുള്ളിൽ ആ ഒരു അഡ്രസ് ചേഞ്ചിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പോസ്റ്റ് മാസ്റ്റർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അതും ഒരു മിസ്യൂസാണ്. അതും ഈ പോക്സ് ബോക്സിൻ്റെ വിഡ്രോവലിന് കാരണമാകുന്നൊരു കാരണമാണ്. No renter is entitled to demand a post box of any particular number or a post box in any particular row or position should be allotted to him. അതായത് പോക്സ് ബോക്സിൻ്റെ കേസിൽ ഫാൻസി നമ്പർ ഇല്ലെന്നാണ് അർത്ഥം. അതായത് ഒരാളിങ്ങോട്ട് വന്ന് എനിക്കൊരു 36ാമത്തെ പോക്സ് ബോക്സ് നമ്പർ വേണം, അതുപോലെ മണ്ടയ്ക്ക് ഇരിക്കുന്ന ആ പോക്സ് ബോക്സ് എന്ന് പറഞ്ഞാൽ അടി കൊടുത്തുവിടുമെന്ന് അർത്ഥം. അതായത് അയാളുടെ ഇഷ്ടത്തിനല്ല നമ്മൾ പോക്സ് ബോക്സ് നമ്പർ കൊടുക്കുന്നതും അതിൻ്റെ റോയും ഒക്കെ അറേഞ്ച് കൊടുക്കുന്നതും അതെല്ലാം അലോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് മേടിക്കുക എന്നുള്ളതാണ് അയാളുടെ ഒരു ധർമ്മം. പിന്നെ പറയുന്നത് the prescribed rent is to be paid in advance along with the application for renting a box box or for renewal. അതായത് റെൻ്റ് ഒരു വാടക അടയ്ക്കണമല്ലോ പോക്സ് ബോക്സിന്, അത് പ്രീപെയ്ഡ്, അതായത് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അല്ല ഒരു മാസം ഉപയോഗിച്ച് കൊള്ളാൻ നോക്കിയിട്ടല്ല അടയ്ക്കേണ്ടത്, അഡ്വാൻസ് ആയിട്ട് ആ റെൻ്റ് അടയ്ക്കണമെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് നോ റെൻഡർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം എ റീഫണ്ട് ഓഫ് ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദ റെൻറ്റ് പെയ്ഡ് ബൈ ഹിം ഇൻ റെസ്പെക്ട് ഓഫ് ദ അലോട്ട്മെൻറ്റ് ഓഫ് എ പോസ്റ്റ് ബോക്സ്. ഇഫ് എനി ക്ലെയിം ഇൻ റൈറ്റിംഗ് ഫോർ സച്ച് റീഫണ്ട് റീച്ചസ് ദ പോസ്റ്റ് മാസ്റ്റർ ബിഫോർ ഹി മേക്ക് സച്ച് അലോട്ട്മെൻറ്റ് ഹി മേ അഡ്മിറ്റ് സച്ച് ക്ലെയിം ഓർ ക്ലെയിം ഇൻ ഹോൾ ഓർ പാർട്ട്. അതായത് ഈ പോക്സ് ബോക്സിന് വേണ്ടി രണ്ടൊക്കെ അടച്ച് കുറച്ചാൾ കഴിഞ്ഞ് വന്നാൽ വേണ്ട തിരിച്ചു പിടിക്കുക എന്നോട്ട് അങ്ങോട്ട് ഒന്ന് എനിക്ക് പൈസ ധരിച്ചാൽ എനിക്ക് പോക്സ് ബോക്സ് വേണ്ടെന്ന് പറഞ്ഞാൽ അടച്ച പൈസ ധരിച്ചൊന്നും കൊടുക്കത്തില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓൺ അലോട്ട്മെൻറ്റ് എ ഡെപ്പോസിറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ ദ റെൻഡർ. അതായത് പോക്സ് ബോക്സ് അലോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ഈ റെൻഡർ പേ ചെയ്ത് വെക്കണം. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കീക്കും ലോക്കിനൊക്കെയാണ്. അതായത് ഒരു പോക്സ് ബോക്സിന് ഒരു കീയും ലോക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഈ റെൻഡറിൻ്റെ ഉത്തരവാദിത്തമാണ് അത് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കീ ലോക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അപ്പോൾ പൈസ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റ് തുക മേടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഒരു അഡ്വാൻസ് ഡെപ്പോസിറ്റ് തുകയുടെ കാര്യം പറയുന്നു. പിന്നെ അടുത്ത പറയുന്നത് റെൻഡർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡാമേജ് ഓഫ് ബോക്സ് കീ ആൻഡ് ലോക്ക്. ആ ബോക്സ് ബോക്സിൻ്റെയും കീയുടെയും ലോക്കിൻ്റെ എല്ലാം ഡാമേജസിനെല്ലാം റെൻഡറാണ് ഉത്തരവാദി. അടുത്തത് ഇഫ് ദ ലോക്ക് ആൻഡ് കീ ആർ നോട്ട് സറണ്ടേർഡ് ബൈ ദ റെൻഡർ ടു ദ പോസ്റ്റ് മാസ്റ്റർ വിത്തിൻ 15 days ഓഫ് ദ എക്സ്പയറി ഓഫ് ദ പീരിയഡ് ഓഫ് റെൻറ്റ് ഓർ റെൻറ്റിംഗ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് നോട്ട് റിന്യൂഡ് വിത്തിൻ ദ എഫോർസെഡ് പീരീഡ് ദ ഡെപ്പോസിറ്റ് വിൽ ബി ഫോർഫീറ്റഡ്. അതായത് ഈ ഒരു പോക്സ് ബോക്സിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ ആ കീയും ലോക്കും സറണ്ടർ ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തിന് ഡെപ്പോസിറ്റ് കെട്ടും എന്നാണ് എൻ്റെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റിന്യൂവൽ ആപ്ലിക്കേഷൻ. അതായത് പോക്സ് ബോക്സിൻ്റെ റെൻ്റ് എടുത്തതിൻ്റെ സമയം കഴിഞ്ഞു, നമ്മൾ പോക്സ് ബോക്സ് റിന്യൂവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലാതെ പോക്സ് ബോക്സ് അങ്ങനെ ജീവിതം മൊത്തത്തിൽ അങ്ങ് എടുക്കുമല്ലോ, നമ്മൾ റിന്യൂവൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ റിന്യൂവൽ ആപ്ലിക്കേഷൻ എപ്പോഴാണ് ചെല്ലേണ്ടത്? റിന്യൂവൽ ആപ്ലിക്കേഷൻ ഷുഡ് റീച്ച് ദ പോസ്റ്റ് മാസ്റ്റർ ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ പീരീഡ്. പോക്സ് ബോക്സിൻ്റെ റെൻ്റ് എടുത്തേക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടം തീരുന്നതിന് മുമ്പിട്ടാണ് ആക്ച്വലി ഈ റിന്യൂവൽ ആപ്ലിക്കേഷൻ ചെല്ലേണ്ടത്. പക്ഷേ ഒരു ചെറിയൊരു റിലാക്സേഷൻ പീരീഡ് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ റിസീവ്ഡ് വിത്തിൻ 15 days ആഫ്റ്റർ ദ എക്സ്പയറി അക്കമ്പനിഡ് വിത്ത് ദ റെൻ്റൽ എമൗണ്ട് മേ ബി എൻ്റർടൈൻഡ് ഇഫ് ദ ആപ്ലിക്കൻ്റ് സാറ്റിസ്ഫൈ ദ പോസ്റ്റ് മാസ്റ്റർ. അതായത് ഒരു ആപ്ലിക്കേഷൻ ഒരു എക്സ്പയറി കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ ചെന്നാലും കുഴപ്പമില്ല, റിന്യൂവൽ ചെയ്ത് കൊടുക്കും. പക്ഷേ ഒരു കുഴപ്പമേ ഉള്ളൂ, അതായത് ഈ 15 ദിവസം ത്തിനുള്ളിൽ കൊടുത്ത ഒരു സഫീഷ്യൻറ്റ് റീസൺ കാണിക്കണം. ഇതുകൊണ്ടാണ് എനിക്ക് ആ പ്രിസ്ക്രൈബ്ഡ് സമയത്തിനുള്ളിൽ റിന്യൂവലിൻ്റെ ഫീസ് അടയ്ക്കാൻ പറ്റാമെന്ന് പറഞ്ഞ് നമുക്ക് അതങ്ങ് സമ്മതിച്ച് കിട്ടും. പക്ഷേ ചിലപ്പം
ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു 36 എന്ന് പറഞ്ഞൊരു പോക്സ് ബോക്സ് ഓൺ ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന് അതിന് 36 കിട്ടണമെന്ന് ഉറപ്പില്ല. 15 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊണ്ടുചെന്ന് സാറെ രക്ഷിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടാകണ്ടെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് മാസ്റ്ററിനെ ബോധ്യപ്പെടുത്താം. പക്ഷേ ആ 36 തന്നെ കിട്ടണമെന്ന് ഉറപ്പില്ല. ആ 36 വേണേ ഇപ്പോൾ വേറെ ആൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് അവിടെ തിരക്കുക. അപ്പോൾ ഇയാൾ പോസ്റ്റ് മാസ്റ്റർ നോക്കാതെ 36 എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് അയാൾ ഇതുവരെ വന്നിട്ടുമില്ല. അപ്പോൾ നടക്കുന്നു 36 അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ കാണാം അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങേർക്ക് ആ ഒരു പോക്സ് നമ്പറിൽ പോയി. അപ്പോൾ ഈ 15 ദിവസത്തിനുള്ളിൽ കൊണ്ട് ചെല്ലുവാണ് ഒരു കാരണവും പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ചെല്ലുവാണെങ്കിൽ അയാൾക്ക് പിന്നെ വേറൊരു നമ്പറുള്ള പോക്സ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, അങ്ങനൊരു കേസില്ല. ആ പോക്സ് വേറെ ആരും ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് അത് തന്നെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. അതാണ് അവിടെ പറഞ്ഞത്. അതായത് ഇഫ് നോട്ട് അവൈലബിൾ ഹിസ് ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡർ ആസ് എ ഫ്രഷ് വൺ ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് എനി പോസ്റ്റ് ബോക്സ് ദാറ്റ് മേ ബി അവൈലബിൾ അറ്റ് ദ ടൈം. അതായത് അങ്ങനെ ഒരു സമയത്ത് 15 ദിവസത്തിനുള്ളിൽ കൊണ്ടുചെല്ലാത്ത അങ്ങനെ അയാൾ ഓൺ ചെയ്ത് വെച്ചിരുന്ന പോസ്റ്റ് ബോക്സ് വേറെ ആരോ കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അയാൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഒരു ഫ്രഷ് ആപ്ലിക്കേഷനായിട്ട് കണക്കാക്കപ്പെടും. കാരണം റിന്യൂവൽ ആപ്ലിക്കേഷനായിട്ട് കണക്കാക്കത്തില്ലല്ലോ, അയാളുടെ പഴയ പോസ്റ്റ് ബോക്സ് പോയില്ലയോ. അപ്പോൾ അത് ഫ്രഷ് അലോട്ട്മെൻറ്റ് ആപ്ലിക്കേഷനായിട്ട് കണക്കാക്കിയിട്ട് അയാൾക്ക് ഒരു പോസ്റ്റ് ബോക്സ് പുതിയത് അലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ്, ദ പീരീഡ് ഓഫ് റെൻ്റൽ ഓഫ് എ പോസ്റ്റ് ബോക്സ് കമൻസസ് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് മന്ത് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് ദ പീരീഡ് ഓഫ് റിന്യൂവൽ ഓഫ് റെൻ്റൽ കമൻസസ് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ദ പീരീഡ് ഓഫ് ദ പ്രീവിയസ് റെൻ്റൽ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആഗസ്റ്റ് 15 നിന്നിട്ട് സാറേ എനിക്കൊരു പോക്സ് ബോക്സ് വേണം. അപ്പോൾ അയാൾ പോക്സ് മാസ്റ്റർ ഒരു പോക്സ് ബോക്സ് അങ്ങ് അലോട്ട് ചെയ്തൊരു കാലയളവുണ്ടേ ഈ പോക്സ് ബോക്സിന്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോൾ തൊട്ടാ? ഈ ആഗസ്റ്റ് 15 തൊട്ടാണെന്നാണ് കൂട്ടുന്നത്? അല്ല, ആഗസ്റ്റ് 1 തൊട്ടാണ്. നമ്മളെപ്പോൾ ഏത് മന്തിലാണോ അത് പോക്സ് ബോക്സ് അലൗട്ടാവുന്നത് ആ മന്തിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടാണ് ആ കാലാവധി കണക്കൂട്ടപ്പെടുന്നത്. പിന്നെ അടുത്തത് പീരീഡ് ഓഫ് റെൻ്റൽ. അത് പറഞ്ഞു. ഓൺ അലോട്ട്മെൻറ്റ് ഓഫ് എ പോക്സ് ബോക്സ് എ റെൻ്റർ ഇസ് സപ്ലൈഡ് ബൈ എ ഡെലിവറി ടിക്കറ്റ് വിച്ച് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഹിം ഓർ ഹിസ് മെസ്സഞ്ചർ ഓൺ ഡിമാൻഡ്. The ticket bears the same number as that allowed to the post box and is not transferable. അതായത് ഇമ്പോർട്ടൻ്റ് ചോദ്യം. ഡെലിവറി ടിക്കറ്റ് എന്ന് പറഞ്ഞ ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ആവുകയാണ്. അതായത് ഡെലിവറി ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റി കാർഡ് പോലെ, ഒരു പോക്സ് ബോക്സ് ഓൺ ചെയ്യുന്ന ആൾക്കൊരു ഐഡൻറ്റി കാർഡ് പോലെ. ആ ഒരു ഡെലിവറി ടിക്കറ്റ് നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോഴെല്ലാം അയാൾ കൊണ്ട് തരണം. അയാളോ അയാളുടെ മെസ്സഞ്ചറോ. ചിലപ്പോൾ അയാളായിരിക്കത്തില്ല, ഓൺ ചെയ്ത ആളായിരിക്കത്തില്ല ഈ പോക്സ് ബോക്സിൽ നിന്ന് അളിച്ച് വാരി കൊണ്ടുപോകാൻ വരുന്നത്. അപ്പം അയാളോ അയാളെ കൊടുത്തു വിടുന്ന മെസ്സഞ്ചറോ ആ ഒരു ഡെലിവറി ടിക്കറ്റ് കൊണ്ടുവരണമെന്നല്ല, അത് നമുക്ക് സംശയം തോന്നി ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കണം, അത് തന്നെ അർത്ഥം. പിന്നെ ഈ പോക്സ് ബോക്സ് എപ്പോഴൊക്കെ തുറക്കാം? ദ പോക്സ് ബോക്സ് ഈസ് കെപ്റ്റ് ഓപ്പൺ അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ബിസിനസ് അവേഴ്സ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ദാറ്റ്. അതായത് പോക്സ് ബോക്സ് എപ്പോഴൊക്കെ നമ്മുടെ ബിസിനസ് അവേഴ്സ് ഉണ്ടോ ആ ബിസിനസ് അവേഴ്സിലെല്ലാം പോക്സ് ബോക്സ് ഒന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. ദ പോസ്റ്റ് മാസ്റ്റർ മേ പ്രൊഹിബിറ്റ് ദ ക്ലിയർ. അതായത് അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. പോസ്റ്റ് മാസ്റ്റർ മേ പ്രൊഹിബിറ്റ് ദ ക്ലിയറൻസ് ഓഫ് ദ പോസ്റ്റ് ബോക്സ് ഫോർ എനി പീരിയഡ് നോട്ട് എക്സീഡിങ് ഹാഫ് ആൻ അവർ ബിഫോർ ഈച്ച് ഡെലിവറി ഫോർ ദ പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് സോർട്ടിംഗ് ഓഫ് മെയിൽസ്. അതായത് ബിസിനസ് അവേഴ്സിൻ്റെ ഫുള്ള് അവറിൽ പോക്സ് ബോക്സ് തുറക്കാമെന്നുള്ള ഇതുണ്ട്. പക്ഷേ ഒരു പോസ്റ്റ് മാസ്റ്റർക്ക് ഒരു അരമണിക്കൂർ ഒന്ന് അവിടെ നിൽക്കി ഇപ്പോൾ തരാമെന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്തിനാണ് നിൽക്കുന്നത് പറയുന്നത്? അതായത് മെയിലിന് സോർട്ട് ഇപ്പോൾ രാവിലെ 10 മണിക്ക് തുറക്കുന്ന പോസ്റ്റ് ഓഫീസാണ്. ഈ പോസ്റ്റ് ബോക്സ് മേടിച്ചവൻ രാവിലെ എന്ന് അവിടെ തള്ളി കയറുക. അപ്പോൾ അവിടെ ഈ ആർട്ടിക്കിൾ അന്ന് വന്ന ആർട്ടിക്കിളൊക്കെ സോർട്ട് ചെയ്തിട്ട് ഇയാൾക്ക് വേണ്ടതൊക്കെ അതിനകത്ത് പറക്കി ഇടണ്ടേ. ഇയാൾ വന്ന് വെപ്പാളം പിടിച്ച് എല്ലാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അന്ന് വന്ന അയാളുടെ പേരിലുള്ള ആർട്ടിക്കിളോ. അതുകൊണ്ട് പോസ്റ്റ് മാസ്റ്റർ വേണമെന്ന് പറയാം, ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അന്ന് ആ ലെറ്ററൊക്കെ സോർട്ട് ചെയ്ത് ഇയാൾക്കുള്ളതൊക്കെ പറക്കി ആ അറയിട്ട് കൊടുത്താൽ ഇയാൾക്ക് അതുകൂടെ കൊണ്ടുപോകാൻ പറ്റൂടെ, അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്, എത്ര സമയമാണ് പോസ്റ്റ് മാസ്റ്റർക്ക് ഇങ്ങനെ അയാളെ ഒന്ന് അയാളെ പോസ്റ്റ് ബോക്സിൻ്റെ ഓണറിനെ ഒന്ന് അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് ഹാഫ് ആൻ അവർ എന്നാണ് പറയുന്നത്. നോട്ട് എക്സീഡിങ് ഹാഫ് ആൻ അവർ. അടുത്തത് എനി പോസ്റ്റൽ ആർട്ടിക്കിൾ അഡ്രസ് ടു പോസ്റ്റ് ബോക്സ് നമ്പർ കനോട്ട് ഇൻ വ്യൂ ഓഫ് സൈസ് ഫോർ വൺ ഓർ സൈസ് ഇൻ ദ ബോക്സ് ബി പ്ലേസ് ദെയർ ഇൻ ദ പോസ്റ്റ് മാസ്റ്റർ വിൽ അറേഞ്ച് ആൻ എൻട്രി. അതായത് ഒരു പോസ്റ്റ് ബോക്സിലോട്ട് ഒരു കുറച്ച് ആർട്ടിക്കിൾ വന്ന് അയാൾക്ക് വെക്കാനുള്ള മറ്റേ ഓണറിന് കൊടുക്കാനുള്ള, പക്ഷേ ഈ ബോക്സിനകത്ത് ഇരിക്കത്തില്ല സൈസ് കാരണമേ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താ ചെയ്യും? അത് അടിച്ച് പരത്തി അകത്ത് കയറ്റുമെന്നോ? അല്ല. അപ്പോൾ അതിന് അങ്ങനെയുള്ള കേസ് വരുമ്പോഴത്തേക്കും പോസ്റ്റ് മാസ്റ്റർ വിൽ അറേഞ്ച് ഇൻറ്റിമേഷൻ സ്ലിപ്പ് ടു ദിസ് ബോക്സ്. അതായത്
intimation slip to this effect to be placed in the post box and article will be kept in the delivery department. അപ്പം ആ സൈസ് കാരണം പോസ്റ്റ് ബോക്സിലൊക്കെ വെക്കും. അങ്ങനെയുള്ള കേസിൽ പോസ്റ്റ് മാസ്റ്റർ ഇൻറ്റിമേഷൻ സ്ലിപ്പ് ആ പോസ്റ്റ് ബോക്സിനകത്ത് വയ്ക്കും. ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ആ പോസ്റ്റ് ബോക്സിൽ വയ്ക്കും. ആ ആർട്ടിക്കിൾ ആ ഡെലിവറി ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കുകയും ചെയ്യും. കൊണ്ട് റെൻഡർ ഓട്ടീസ് മെസ്സേജ് പ്രസൻറ്റിംഗ് ആ ഇൻറ്റിമേഷൻ സ്ലിപ്പ് ആ റെൻഡറോ മെസ്സഞ്ചറോ കൊണ്ട് വിത്ത് ഡെലിവറി ടിക്കറ്റുമായിട്ട് കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും ആർട്ടിക്കിൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് വെൻ എ റെൻഡർ ഈസ് അൺഎബിൾ ടു ക്ലിയർ ഹിസ് പോസ്റ്റ് ബോക്സ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ലോസ് ഓഫ് ദ കീ ഓർ അതർവൈസ് പോസ്റ്റൽ ആർട്ടിക്കിൾസ് അഡ്രസ് ടു ദ ബോക്സ് ബോക്സ് വിൽ ബി ഡെലിവേർഡ് ടു ഹിം or is messenger at the counter only during the hours prescribed for a window delivery on the presentation of the delivery ticket. അതായത് ഈ കീ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തിലാൽ ഈ റെൻഡർക്ക് പോസ്റ്റ് ബോക്സ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പോസ്റ്റൽ ആർട്ടിക്കിൾസ് അദ്ദേഹത്തിൻ്റെ പേരിൽ വരുന്ന പോസ്റ്റൽ ആർട്ടിക്കിൾസ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മെസ്സഞ്ചറിനോ കൗണ്ടർ വഴി കൊടുക്കും. ഡ്യൂറിങ് ദ അവേഴ്സ് വിൻഡോ ഡെലിവറിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള സമയത്തിന് കൊടുക്കും. അദ്ദേഹത്തിന് ഡെലിവറി ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് അതേ പറഞ്ഞു. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളല്ല. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദ റെൻഡർ ഓഫ് എ പോസ്റ്റ് ബോക്സ് ഡസ് നോട്ട് ക്ലിയർ ഇറ്റ് ഫോർ എ വീക്ക്, ഒരു ആഴ്ചത്തേക്ക് പോസ്റ്റ് ബോക്സ് ക്ലിയർ ചെയ്തില്ല വന്ന് എന്ന് എന്ത് ചെയ്യും? അതായത് അത്രയും വിൽ ബി സെൻഡ് ബൈ ദ പോസ്റ്റ് മാസ്റ്റർ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് വെൻ ദ ആർട്ടിക്കിൾസ് ആർ നോട്ട് ക്ലിയർ ഈവൻ ആഫ്റ്റർ നോട്ടീസ്. ഒരു നോട്ടീസ് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് നോട്ടീസ് അയക്കും പോസ്റ്റ് മാസ്റ്റർ ആ പോസ്റ്റ് ബോക്സ് ഓണർക്ക്. എന്നിട്ടും അയാൾ വന്ന് കളക്ട് ചെയ്യുന്നില്ല ആർട്ടിക്കിൾസ്. പിന്നെ ആ ആർട്ടിക്കിൾസ് പോസ്റ്റ് വഴി ഡെലിവറി ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് വന്ന് ക്ലിയർ ചെയ്യുന്നില്ല. അപ്പം പോസ്റ്റ് മാസ്റ്റർ രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കും. ഒരു നോട്ടീസാണ് അത് ഉൾക്കൊള്ളുന്നത്. ഇത് അറിയിപ്പ് കിട്ടിയിട്ടും ഇയാൾ വന്ന് കളക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്കും പോസ്റ്റ് വഴി കൊടുത്തയക്കും. അപ്പോൾ ഇത് ചിലവല്ലേ, ഇത് മെനക്കേടല്ലേ. അയാൾ വന്നിട്ട് കളക്ട് ചെയ്യുന്നില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കുന്നു, അത് കിട്ടിയിട്ടും വന്ന് കളക്ട് ചെയ്യുന്നില്ല. പിന്നെ പോസ്റ്റ്മാൻ്റെ കൈ കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഭയങ്കര മെനക്കേടല്ലേ. അപ്പോൾ അത് എപ്പോഴും അനുവദിക്കാൻ പറ്റുമോ? ഫെയിലർ ടു ക്ലിയർ ദ പോസ്റ്റ് ബോക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് പിന്നെ അയക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പിന്നെ പോസ്റ്റ്മാനെ ബുദ്ധിമുട്ടിച്ചതെല്ലാം കൊണ്ട് കൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ പോസ്റ്റ് ബോക്സിനെ മിസ്യൂസ് ആക്കി കണക്കാക്കിയിട്ട് അതങ്ങ് വിഡ്രോ ചെയ്യും. അതാണ് പണിയിരിക്കുന്നത്. അപ്പോൾ ഇതോടെ പോസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ പരിപാടിയും കഴിഞ്ഞു. ഇനി അടുത്ത പോസ്റ്റ് ബാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ആപ്ലിക്കേഷനും റിന്യൂവലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പോസ്റ്റ് ബോക്സിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. പോസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബാഗാണ്, അതിനകത്ത് ആർട്ടിക്കിൾ ഇട്ടിട്ട് അതിൻ്റെ ആ ബാഗിൻ്റെ ഒരു ലോക്ക് ഉണ്ടാവും. ആ ലോക്ക് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിനും അതിൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടാവും. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആ പോസ്റ്റ് ബാഗ് ഓൺ ചെയ്ത് ആടെ കയ്യിലും ഉണ്ടാവും. നമ്മളിങ്ങനെ പോസ്റ്റ് മാസ്റ്റർ എടുത്തിട്ട് ഈ പോസ്റ്റ് ബാഗ് നമ്മളെ ലോക്കിട്ട് തുറന്നിട്ട് ഇതിനകത്ത് ആർട്ടിക്കിൾ ഇട്ടിട്ട് അത് പൂട്ടിയിട്ട് അങ്ങേർക്ക് കൊടുക്കും. അയാൾ അത് കൊണ്ടുപോയിട്ട് അയാളെ ലോക്കിട്ട് തുറന്ന് എടുക്കും. അതാണ് ഈ പോസ്റ്റ് ബാഗ്സ് എന്ന് പറയുന്നത് സിംപിളി. അപ്പോൾ ഈ പോസ്റ്റ് ബോക്സ് സൗകര്യം എവിടെയൊക്കെയാണ് ലഭിക്കുന്നത്? പോസ്റ്റ് ബോക്സ് സൗകര്യം ലഭിക്കുന്ന എല്ലാ ഈസ് അവൈലബിൾ അറ്റ് ആൾ ഡെലിവറി പോസ്റ്റ് ഓഫീസസ് വെദർ പോസ്റ്റ് ബോക്സ് സിസ്റ്റം ഈസ് അവൈലബിൾ ഡെയർ ഓർ നോട്ട്. അതായത് എല്ലാ ഡെലിവറി പോസ്റ്റ് ഓഫീസുകളും, എല്ലാ പോസ്റ്റ് ഓഫീസുകളും എന്നല്ല, എല്ലാ ഡെലിവറി പോസ്റ്റ് ഓഫീസുകളിലും പോസ്റ്റ് ബോക്സ് സൗകര്യം ലഭ്യമാണ്. അവിടെ പോസ്റ്റ് ബോക്സ് സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്നത് കാര്യമാക്കുന്നില്ല. എല്ലാ ഡെലിവറി പോസ്റ്റ് ഓഫീസിലും പോസ്റ്റ് ബോക്സ് സൗകര്യം ലഭ്യമാണ്. പിന്നെ ഇതിനകത്ത് പറയുന്നത് ഡെലിവറി ടിക്കറ്റിനകത്തും ഉണ്ട്. പിന്നെ ഫുള്ളി പ്രീപെയ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് ലെറ്റേഴ്സ് തന്നെയാണ് ഉള്ളത്. പോസ്റ്റ് കാർഡ്സ്, ഇലക്ട്രിക് കാർഡ്, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെയാണ്, പാക്കറ്റ്സുകൾ ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുപോലെയായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും പോസ്റ്റ് ബാഗും തീർന്നു, പോസ്റ്റ് ബോക്സും തീർന്നു, പോസ്റ്റ് ബാഗും തീർന്നു. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പോസ്റ്റ് ബോക്സ് പോസ്റ്റ് ബാഗിൻ്റെ കേസിൽ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അതൊക്കെ ഉറപ്പായിട്ട് ചോദിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പറയുന്ന പോസ്റ്റ് ബോക്സിനെ സംബന്ധിച്ചിട്ടുള്ള, അതായത് പോസ്റ്റ് ബോക്സ് ഓർ പോസ്റ്റ് ബാഗ്സ് വിൽ ബി ഇഷ്യൂഡ് ബൈ പോസ്റ്റ് ബോക്സുകളോ അല്ലെങ്കിൽ പോസ്റ്റ് ബാഗ്സോ ആരൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? പോസ്റ്റ് മാസ്റ്റർ സബ് പോസ്റ്റ് മാസ്റ്റർ ഓഫ് ദ കൺസേൺഡ് ഓഫീസ് എന്നാണ് അത് കറക്റ്റ് ഉത്തരം. പിന്നെ റെന്റ് ഫോർ എ പോസ്റ്റ് ബാഗ്, അതായത് പോസ്റ്റ് ബാഗ് ആൻഡ് പോസ്റ്റ് ബോക്സ് വെൻ ടേക്കൺ ടുഗദർ ഫോർ 3 months ഓർ പാർട്ട് ഓഫ് ദെയർ ഓഫ് ഇറ്റ്. അതായത് പോസ്റ്റ് ബോക്സും പോസ്റ്റ് ബാഗും ഒരുമിച്ചെടുക്കുകയാണ് ഒരാൾ. എത്ര കാലത്തേക്കും? 3 മാസത്തേക്ക്. അപ്പോൾ അതിനുള്ള കൂലി എത്ര ഫീസ് എത്രയെന്ന് വെച്ചാൽ 80 രൂപയാണ്. ഇത് എഴുതി വെക്കുക, കറക്റ്റ് തെറ്റായി എഴുതി വയ്ക്കുക, പഠിക്കുക. പോസ്റ്റ് ബോക്സ് പ്ലസ് പോസ്റ്റ് ബാഗ് എത്ര കാലയളവ്? 3 months എന്ന് പറയുന്നത് 80 രൂപ. അടുത്ത റെന്റ് ഫോർ പോസ്റ്റ് ബാഗ് ഓർ പോസ്റ്റ് ബോക്സ് ഫോർ എ ഫിനാൻഷ്യൽ ഇയർ, അതായത്
ഒരു വർഷത്തേക്കുള്ള പോസ്റ്റ് ബാഗിൻ്റെയോ അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സിൻ്റെയോ റെൻ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഗ്രേസ് പീരീഡ് ഫോർ ദ റിന്യൂവൽ ഓഫ് എ പോസ്റ്റ് ബോക്സ്. ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ബോക്സ് റിന്യൂവൽ ചെയ്ത് കൊടുക്കണം. ഒരു വർഷത്തേക്ക് എടുത്തെന്ന് വെച്ചോ, റിന്യൂവൽ ചെയ്ത് കൊടുക്കണമല്ലോ. ആ റിന്യൂവൽ ചെയ്ത് ഇപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, പിന്നെ ഇത്ര പീരീഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഗ്രേസ് പീരീഡ് പറയുന്നത്. അപ്പം സത്യത്തിൽ അങ്ങ് ഗ്രേസ് പീരീഡ് ഉണ്ടോ? ഇല്ല. ബോക്സിന് ഗ്രേസ് പീരീഡ് ഇല്ല. ഗ്രേസ് പീരീഡ് നമ്മൾ 15 ദിവസത്തിൻ്റെ കേസ് പറഞ്ഞത് ആ ഒരു 15 ദിവസത്തിനെ കൊണ്ട് കൊടുത്താൽ കിട്ടും. പക്ഷേ ചിലപ്പോൾ അത് വേറെ ആളൊന്ന് ഓൺ ചെയ്താൽ അത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോ ഗ്രേസ് പീരീഡ് എന്നാണ് എൻ്റെ ഉത്തരം വരുന്നത്. ബോക്സ് റിന്യൂവൽ ചെയ്യാൻ ഗ്രേസ് പീരീഡ് ഇല്ല. ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മുമ്പ് അടച്ച് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രൊസീജിയർ. അടുത്തത് ഫീ. പോക്സ് ആൻഡ് പോസ്റ്റ് ബാഗ്സ് കമ്പൈൻ. ബോക്സും പോസ്റ്റ് ബാഗുടെ കമ്പൈൻ ചെയ്ത് എത്രയാണ്? ഒരു വർഷത്തേക്ക് 250 രൂപ, 3 മാസത്തേക്ക് 80 രൂപ. ക്വാർട്ടർ 80 പെർ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 മാസം, 3 മാസത്തേക്ക് 80 രൂപ. അപ്പോൾ ആലോചിച്ച് നോക്കണേ, ബോക്സും പോസ്റ്റ് ബാഗ് കൂട്ടി ഒരു വർഷത്തേക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 250 രൂപയാണ് ഉത്തരം. ബോക്സും പോസ്റ്റ് ബാഗ് കൂടെ കൂട്ടി 3 മാസത്തേക്ക് എത്രയാണെന്ന് വെച്ചാൽ 80 രൂപയാണെന്നാണ് ഉത്തരം. അടുത്തത് റെൻറ്റ് ഫോർ പോസ്റ്റ് ബോക്സ് ഓർ പോസ്റ്റ് ബാഗ് ഇൻ എ ക്വാർട്ടർ. പോക്സ് ബാഗിനോ അല്ലെങ്കിൽ പോക്സ് ബോക്സിനോ 3 മാസത്തേക്ക് 50 രൂപ. നേരത്തെ 80 എന്തോ പറഞ്ഞേ? പോക്സ് ബോക്സും പോസ്റ്റ് ബാഗും കൂടി 3 മാസത്തേക്ക് 80 രൂപ. പോസ്റ്റ് ബാഗിനോ പോക്സ് ബോക്സിനോ 3 മാസത്തേക്ക് 50 രൂപ. അപ്പോൾ ഇത് ഒരുപാട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് കാണാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും പോക്സ് ബോക്സും പോസ്റ്റ് ബാഗും തീർന്നു. ഇതിനകത്ത് ഈ പറയാനുള്ള ബാക്കി ഇരുന്നത് ഈ എമൗണ്ടുകളാണ്. അതുകൂടെ പറയുമ്പോഴത്തേക്കും പോക്സ് ബോക്സും പോക്സ് ബാഗും തീർന്നു. ഓക്കെ, അടുത്തത് ലെറ്റർ ബോക്സ് പ്യൂണാണ്. ലെറ്റർ ബോക്സ് പ്യൂണിൻ്റെ ഡ്യൂട്ടി ഇത് ചവറ് പോഷനാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടി ഉറക്കാൻ പോകുന്നതിന് എന്തൊക്കെ ജോലി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ലെറ്റർ ബോക്സ് അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്യൂൺസ് ആ റെക്കോർഡ് ടു നോ ദ അവേഴ്സ്. ഏതൊക്കെ സമയമാണ് അറിയേണ്ടിയിരിക്കേണ്ടത്. അച്ച് എന്തോ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ലെറ്റർ ബോക്സ് ക്ലിയർ ചെയ്യേണ്ട സമയം അറിയണം. പിന്നെ അറ്റ് വിച്ച് മെയിൽസ് ആർ ഡിസ്പാച്ച്ഡ് ഫ്രം ആൻഡ് ഡെലിവേർഡ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. അവിടെ നിന്നൊക്കെ ഈ ലെറ്റർ എടുത്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടെത്തിക്കേണ്ട സമയം അറിയണം. പിന്നെ ഡ്യൂട്ടീസ് ഓഫ് ദ ലെറ്റർ ബോക്സ് പ്യൂൺസ് എന്തൊക്കെയാണ്? പങ്ക്ച്വലി ക്ലിയർ ദ ലെറ്റർ ബോക്സസ് ഇൻ ദെയർ ബീറ്റ്. അത് അവരുടെ ബീറ്റിലുള്ള ലെറ്റർ ബോക്സുകൾ പഞ്ചിലായിട്ട് ക്ലിയർ ചെയ്യുക. ബ്രിങ് എനി ഡാമേജ് ഓർ ഡിഫക്റ്റ് ഓഫ് ദ ലെറ്റർ ബോക്സ് ദാറ്റ് മേ ബി ഒബ്സർവ്ഡ് ബൈ ദം ടു ദ പോസ്റ്റ് മാസ്റ്റേഴ്സ് നോട്ടീസ്. അതായത് എന്തെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ ലെറ്റർ ബോക്സുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെറ്റർ ബോക്സിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ് മാസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇതൊക്കെ ലെറ്റർ ബോക്സ് പ്യൂണിൻ്റെ ഡ്യൂട്ടികളാണ്. പിന്നെ ഹൂ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ കസ്റ്റഡി ഓഫ് കീസ് ആൻഡ് അവർ പ്ലേറ്റ്സ് ഓഫ് ലെറ്റർ ബോക്സസ്. ആരാണ് ഈ ലെറ്റർ ബോക്സസിൻ്റെ കീയുടെയും അവർ പ്ലേറ്റ്സ് എന്ന് പറയാൻ അറിയാം. ലെറ്റർ ബോക്സിനകത്ത് നമ്മൾ ഇന്ന സമയത്ത് അടുത്ത ക്ലിയറൻസ് എന്താണെന്ന് പറഞ്ഞൊരു പ്ലേറ്റ് ഇടുമല്ല, അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് മാസ്റ്ററോ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ അസിസ്റ്റൻറ്റോ ആണെന്നാണ് ഉത്തരം. അപ്പോൾ നമുക്കത് ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതർ ഓപ്ഷൻ എയും ബിയും ശരിയാണെന്ന് പറയാം. കാരണം പോസ്റ്റ് മാസ്റ്ററും ഇപ്പോൾ എ പോസ്റ്റ് മാസ്റ്റർ ചോദിക്കുന്നു, ബി റെസ്പോൺസിബിൾ അസിസ്റ്റൻസിന് ചോദിക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് എയോ ബിയോ കൊടുത്തേക്കാം. അത് പോസ്റ്റ് മാസ്റ്ററും ആയിരിക്കാം അല്ലെങ്കിൽ റെസ്പോൺസിബിൾ അസിസ്റ്റൻറ്റോ ആയിരിക്കാം. അതായത് ആ കീയുടെ ഈ പെട്ടിയുടെ കീയുടെയും പ്ലേറ്റിൻ്റെയൊക്കെ ഓണർഷിപ്പ് കസ്റ്റോഡിയൻ. പിന്നെ അടുത്ത പറയുന്നത് ഈ ലെറ്റർ ബോക്സ് അറ്റൻഡൻസിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാം. അതായത് ലെറ്ററും തുറന്ന് നടന്നാൽ മതിയോ? അവനെ കൊണ്ട് വേറെ എന്തൊക്കെ ചെയ്യിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കൺവേയിങ് മെയിൽസ് ടു ആൻഡ് ഫ്രോം ദ ടൗൺ സബ് ഓർ ബ്രാഞ്ച്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൽ കൊണ്ടുപോകാൻ മെയിൽ ക്യാരിയറായിട്ട് ഉപയോഗിക്കാം. ദ ഡ്യൂട്ടി ഓഫ് പാക്കറുടെ ഡ്യൂട്ടി ചെയ്യിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻ തീർന്നു. അപ്പോൾ ലെറ്റർ ബോക്സ് പ്യൂണിൻ്റെ ഡ്യൂട്ടികളും തീർന്നു. ഇനി ചെറിയൊരു കാര്യം പറയാനുള്ളത്, പോസ്റ്റലിൻ്റെ തന്നെ GK സെക്ഷൻ പിന്നെ മാത്സ് സെക്ഷൻ, അതായത് പോസ്റ്റൽ എക്സാമിന് വരുന്ന GKയുടെ പോർഷൻസും മാത്സിൻ്റെ പോർഷൻസും ഒക്കെ കവർ ചെയ്യുന്ന എൻ്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.